കേന്ദ്രമന്ത്രിസഭാ അംഗീകാരം നൽകിയ തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിന് സ്ഥാപനങ്ങൾ EPF രജിസ്ട്രേഷൻ ഉറപ്പാക്കണമെന്ന് കൊല്ലം റീജിയണൽ PF കമ്മീഷണർ പി പ്രണവ്. കൊല്ലം റീജിയണൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി വരുന്ന തൊഴിലാളികളെ EPF എൻറോൾ ചെയ്യിക്കണമെന്നും ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മുഖേന നേരിട്ട് അക്കൗണ്ടിലേക്കാകും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്ന പദ്ധതിക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. 99,466 കോടിയുടെ ബഡ്ജറ്റ് അടങ്കൽ അടുത്ത 2 വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന തൊഴിലുണ്ടാക്കാനും അതുപോലെ തന്നെ ഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, നമ്മുടെ വർക്ക് ഫോഴ്സിനെ എല്ലാം ഓർഗനൈസ് സെക്ടറിലോട്ട് മാറ്റുക, അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുക, ഈ 2 ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവരുന്ന പ്രധാനമന്ത്രിയുടെ 5 പദ്ധതികളിലൊന്നാണ് ELI പദ്ധതി. ഡയറക്റ്റ് തൊഴിലാളികളുടെ ആധാർ എനേബിൾഡ് അക്കൗണ്ടിലോട്ടും അതുപോലെ എംപ്ലോയറുടെ പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിലോട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബേസിക് സമ്മറി ഇതാണ് ഈ സ്കീമിന്റെ. ഇന്നലെ ക്യാബിനറ്റ് അപ്രൂവ് ആയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത്, അതായത് ഫസ്റ്റ് ഓഗസ്റ്റ് തൊട്ട് ഇതിന്റെ ജോയിൻ ചെയ്യുന്ന തൊഴിലാളികൾക്കും ആ തൊഴിലുടമ സ്ഥാപനങ്ങൾക്കും ഈ ബെനിഫിറ്റ് കൊടുക്കാനുമാണ് ഈ സ്കീം ഉദ്ദേശിക്കുന്നത്.